നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മെയ് 1 മുതൽ മെയ് 31 വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. മെയ് മാസത്തിൽ 3 ഗ്രഹങ്ങളാണ് മറ്റൊരു രാശിയിലേക്ക് മാറ്റം വരുന്നത്. മെയ് 1-ാം തീയതി ഉച്ചയ്ക്ക് വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 15-ാം തീയതി സൂര്യൻ ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു. വക്രഗതിയിലായിരുന്ന ബുധൻ 10-ാം തീയതിയോടുകൂടി മെയ് മാസം 10-ാം തീയതിയോടുകൂടി മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നു. പൊതുവെയുള്ള മാറ്റങ്ങൾ ഇതാണ്. ഇനി നമുക്ക് ഓരോ രാശിക്കാർക്കും ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം ഈ മാസം. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. വ്യാഴത്തിൻ്റെ മാറ്റം അവർക്ക് 2-ാം ഭാവത്തിലേക്കാണ്. ശനി 11-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് രണ്ടും ധനഭാവങ്ങളാണ്. ജ്യോതിഷത്തിലെ ധനരാശികൾ, ധനഭാവങ്ങൾ എന്ന് പറയുന്നത് 11ഉം 2ഉമാണ് പ്രധാനമായി. 8ഉം 5ഉമൊക്കെ നമുക്കതിനോട് താരതമ്യപ്പെടുത്താം. എങ്കിൽ പോലും ഏറ്റവും പ്രധാനമായി കണക്കാക്കപ്പെടുന്നത് 11ഉം 2ഉമാണ്. ഇവിടെ 2 പ്രധാന ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ 11ൽ ഏത് ഗ്രഹം നിന്നാലും സർവാഭീഷ്ടം എന്ന അടിസ്ഥാനത്തിലും 2-ാം ഭാവത്തിൽ ചില പ്രത്യേക ഗ്രഹങ്ങൾ, പ്രത്യേകിച്ചും ശുഭഗ്രഹങ്ങൾ നിന്നാൽ കൂടുതൽ ഗുണം എന്നുമാണ് പൊതുവെ പറയുന്നത്. എന്തായാലും ഇവിടെ അങ്ങനെയാണ് മേടക്കൂറിന്. അതുകൊണ്ട് ധനപരമായിട്ട് അവർക്ക് ഈ മാസത്തിൽ നേട്ടം തുടങ്ങണം. വ്യാഴത്തിൻ്റെ 2-ാം ഭാവത്തിലെ നില ഒരു വർഷത്തേക്കാണ് 2-ാം ഭാവത്തിലേക്ക് നില. അപ്പം ഒരു വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 12 ദിവസം കൊണ്ട് 1 ഡിഗ്രിയെ കിടക്കത്തുള്ളൂ. 30 ഡിഗ്രി ഉണ്ട് ഓരോ രാശിയും. അതുകൊണ്ട് മേടം ഈ മെയ് മാസത്തിൽ 2.5 ഡിഗ്രി മാത്രമേ കിടക്കാൻ സാധിക്കൂ. അതുകൊണ്ട് വേണ്ടത്ര ഗുണം ചെയ്യണമെന്നില്ല. എന്നാലും പൊതുവെ മാറ്റം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും മേടക്കൂറിന് സാമ്പത്തികമായ നേട്ടവും ജോലി രംഗത്തെ ഉയർച്ചയുമാണ് ഇവർക്ക് പ്രധാനമായും പറയാനുള്ളത്, അല്ലെങ്കിൽ ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള ധനസഹായം ഇവർക്ക് കിട്ടിത്തുടങ്ങുന്നു. തങ്ങളുടെ ആശ്രിതരോ മക്കളോ ഈ നക്ഷത്രക്കാരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആശ്രിതരോ ഒക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യുകയും അവിടെ സ്ഥിരതാമസത്തിന് അവർക്ക് ഗുണമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നു. പ്രധാനമായും അവരെ സംബന്ധിച്ച് നോക്കേണ്ടത് തങ്ങളുടെ പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മാസമായിട്ട് വേണം കാണാൻ. ബുധൻ ഇവർക്ക് 12-ാം ഭാവത്തിൽ നിന്ന് ജന്മത്തിലേക്ക് വരികയാണ്. അതിൻ്റെ വക്രഗതി മാറുന്നതുകൊണ്ട് സ്വാഭാവികമായും ബുധൻ്റെ ഗുണവും ഇവർക്ക് കിട്ടുന്നു. അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ മികവോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. നല്ല വിജയങ്ങൾ സാധ്യമാവുന്നു. സ്കിൻ സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ രാഹു 12-ൽ നിൽക്കുന്നുണ്ട്. രാഹുവിൻ്റെ മറ്റൊരു ഗ്രഹമായ കേതു അതുപോലെ തന്നെ 6-ാം ഭാവത്തിലും നിൽക്കുന്നു. 6-ൽ നിൽക്കുന്ന കേതു ദോഷമൊന്നും ചെയ്യില്ല. പ്രത്യേകിച്ച് ഇവർക്ക് കടബാധ്യതയിൽ നിന്നും മോചനവും തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വായ്പ അനുവദിച്ച് കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് അനുവദിച്ച് കിട്ടുകയും ചെയ്യുന്ന ഒക്കെയാണ് ഈ മാസം. അതുകൊണ്ട് പൊതുവേ ഗുണമുണ്ട്. എന്നാൽ ശത്രുവിൻ്റെ ദുരിതങ്ങളും അതുപോലെ തന്നെ ഉദര സംബന്ധമായ രോഗങ്ങളും ഇവരെ വേട്ടയാടാനുള്ള സാധ്യതയുണ്ട്. 12-ൽ നിൽക്കുന്ന രാഹു ഇവർക്ക് സ്കിൻ സംബന്ധമായോ അലർജി സംബന്ധമായോ ഉള്ള അസുഖത്തിന് ചിലപ്പോൾ പണം മുടക്കേണ്ടി വന്നേക്കാം. ചിലപ്പോഴെങ്കിലും അനാമത്ത് ചിലവുകൾ ഇവരെ വേട്ടയാടാം. കാര്യമില്ലാത്ത കാര്യത്തിനു വേണ്ടി പണം മുടക്കി എന്നുള്ള പഴി കേൾക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് സാമ്പത്തികമായ ക്രമീകരണങ്ങൾ വളരെ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ബാക്കി പൊതുവെ ഈ മാസം ഇവർക്ക് ഗുണമാണ്. 12-ാം ഭാവത്തിൽ ചൊവ്വ കൂടി നിൽക്കുന്നുണ്ട്. ചൊവ്വയുടെ ഒരു ചലനം പ്രത്യേകിച്ചും അവർക്ക് സംഭവിക്കുന്നത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ വേഗത കൂടിയുള്ള പ്രവർത്തനങ്ങൾ, സാഹസിക കർമ്മങ്ങൾ ഇതൊക്കെ പരമാവധി ഒഴിവാക്കണം മേടക്കൂറുകാർ. അതിൽ നിന്ന് മുറിവോ അപകട സാധ്യതകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക, പെട്ടെന്ന് പ്രതികരിക്കുക, അതിൻ്റെ ഫലമായി ചില ശത്രുതകൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു. എന്നാൽ പൊതുവേ സാമ്പത്തിക രംഗത്തും പ്രവർത്തന രംഗത്തും ഇവർക്ക് ഗുണമാണ് കാണുന്നത്. തങ്ങൾ പുതുതായി തുടങ്ങുന്ന പ്രവർത്തന രംഗങ്ങളൊക്കെ കൂടുതൽ സജീവമാകുന്നു ഈ മാസം. വിദേശത്തുള്ളവർക്ക് ധനസഹായം കിട്ടുന്നു. വിദേശത്ത് നിന്ന് ഈ നക്ഷത്രക്കാർക്കും ഗുണം കിട്ടുന്നു. പൊതുവെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു മാസമായിട്ട് വേണം കാണാൻ. ശാരീരികമായ അവശത ചെറിയ തോതിലെങ്കിലും ഇവരെ ബാധിക്കുമെന്ന കാര്യം മറക്കാതിരിക്കുക. അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. സാഹസിക കർമ്മങ്ങൾ പ്രത്യേകിച്ചും വാഹനം സൂക്ഷിച്ച് ഓടിക്കുക എന്നൊക്കെയാണ് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 1, 2, 3, 4, 7, 8, 11, 12, ശേഷം 18, 19, 20, 21, 22 നല്ല ദിവസങ്ങളാണ്. പിന്നീട് 27 വൈകുന്നേരത്തിന് ശേഷം, അതായത് 27 സന്ധ്യയ്ക്ക് ശേഷം 28, 29, 30, 31 ഇവർക്ക് ഗുണകരമാണ്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും 11-ാം ഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഗ്രഹങ്ങൾ രാഹുവും അതുപോലെ തന്നെ ചൊവ്വയുമാണ്.
അതുകൊണ്ട് തന്നെ പ്രവർത്തന രംഗം ഇവർക്ക് കൂടുതൽ സജീവമാകുന്നു. 12-ൽ നിന്നിരുന്ന വ്യാഴം ജന്മത്തിലേക്ക് വന്നിരിക്കുന്നു 1-ാം തീയതി മുതൽ. 12-നേക്കാൾ ഭേദമാണ് 1-ൽ സഞ്ചരിക്കുമ്പോൾ എന്ന് വേണം തീരുമാനിക്കാൻ. കാരണം 12-ൽ നഷ്ടവും അതുപോലെ തന്നെ നമുക്ക് ലാഭം കിട്ടാത്ത, ഈ നക്ഷത്രക്കാർക്ക് ലാഭം കിട്ടാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ജന്മത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംബന്ധമായ കാര്യമാണ് പ്രധാനമായും വ്യാഴം വരുമ്പോൾ. എന്നാൽ ബാക്കി ഗ്രഹങ്ങളുടെ നില ഇവർക്ക് സാമ്പത്തികമായ നേട്ടത്തെ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ 12-ാം ഭാവാധിപനായ ചൊവ്വ 11-ൽ നിൽക്കുന്നത് കൊണ്ട് വരവും ചെലവും തുല്യമായി പോകുന്ന തരത്തിലോ അല്ലെങ്കിൽ എത്ര ചിലവുണ്ടായാലും അതിനെ ഭേദിക്കുന്ന തരത്തിൽ വരവുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രത മനസ്സിനുണ്ടാവുകയും അതനുസരിച്ച് കർമ്മരംഗം കൂടുതൽ ദീപ്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കൂടുതൽ കഴിവുകൾ ഉപയോഗിച്ച് തങ്ങളുടെ ജോലി ചെയ്യുക, സമാന്തരമായി മറ്റു ജോലികൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പുതിയ ജോലി കിട്ടുക, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശുഷ്കാന്തി ഉണ്ടാവുക, പഴയ ആലസ്യമൊക്കെ വിട്ടുമാറുക തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു. ഇവർക്കും ചില അജ്ഞാതമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ചും സ്കിൻ സംബന്ധമായിട്ട് അലർജിയോ സെഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇഴജന്തുക്കളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ക്ഷുദ്രജീവികളാൽ ആക്രമണങ്ങൾ ഉണ്ടാകാം. വിചാരിക്കും ക്ഷുദ്രജീവികൾ ഈ ആധുനിക കാലത്തൊക്കെ വീട്ടിലൊക്കെ വരുമോ എന്നൊക്കെ. പക്ഷേ വീട്ടിൽ തന്നെ വരണമെന്നില്ല. അത്തരം അന്തരീക്ഷത്തിൽ പോവുക, അവിടെ നിന്ന് അസുഖം ഉണ്ടാവുക ഒക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല ഇഴയുന്ന ജന്തുക്കളിൽ നിന്ന് മാത്രം അലർജി അസുഖങ്ങൾ ഉണ്ടാവണമെന്നില്ല. രാഹുവും കേതുവും മോശപ്പെട്ട സ്ഥലത്ത് നിന്നാൽ ആധുനിക സംവിധാനത്തിലെ തന്നെ പാളിച്ചകളിൽ നിന്നുണ്ടാകാം. AC മുറികൾ നേരെ വൃത്തിയാക്കാതിരുന്നാൽ അതിൽ നിന്ന് അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. വാഹനം AC ആണല്ലോ ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ട്, അതുകൊണ്ട് അതിൽ നിന്നുമൊക്കെ കെട്ടിക്കിടക്കുന്ന വായു കൃത്യമായി പരിചരിക്കപ്പെട്ടില്ലെങ്കിൽ സ്വാഭാവികമായി അതിൽ നിന്നുമൊക്കെ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. പിന്നെ അപവാദ കഥകൾ ഇവരെക്കുറിച്ചും ഇപ്പോഴുണ്ടാകാം. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് സജീവമായി നിൽക്കുന്നവർക്കെതിരെ വിമർശന ശരങ്ങൾ അപവാദത്തിൻ്റെ രൂപത്തിലുണ്ടാകാം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. കാൽപാദങ്ങളും ശ്രദ്ധിക്കണം. 10-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാക്കാം. കർമ്മരംഗത്ത് സ്വന്തം ആരോഗ്യത്തെ തളർത്തിക്കൊണ്ടാവും അത്തരം തടസ്സങ്ങൾ ഉണ്ടാവുക. പാദവസനെ ശനി എന്നാണ് പ്രമാണം. അതുകൊണ്ട് പാദത്തിൽ വസിക്കുന്ന ശനി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുക, പ്രവർത്തനങ്ങളിൽ മന്ദഗതിയാക്കുക, തടസ്സപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ വരും. എന്നാലും ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ ഇവർക്കിപ്പോൾ 9-ഉം 10-ഉം ഭാവാധിപനാണ് 10-ൽ നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. ശനിയിൽ നിന്നും ചെറിയ തടസ്സങ്ങളെയൊക്കെ പ്രാർത്ഥന കൊണ്ടും മനസ്സിൻ്റെ ഉറപ്പ് കൊണ്ടും ഇവർക്ക് അതിജീവിക്കാൻ സാധിക്കും. വിദേശത്ത് പോകാൻ സാധിക്കുന്നവർക്ക് ഇപ്പോൾ കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ഇവർക്ക് സാമ്പത്തികമായ ഗുണം തുടക്കത്തിൽ തന്നെ ഉണ്ടാകും. അതിൽ നിന്ന് മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ കൂടുതൽ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. ഉഷ്ണസംബന്ധമായ രോഗമോ അലർജി അസുഖമോ അല്ലെങ്കിൽ വയറിൻ്റെ ഉൾഭാഗത്ത് ആന്തരിക ഭാഗത്ത് ഉണ്ടാകാവുന്ന ചില ചൂടിൻ്റെ അസുഖങ്ങളോ അൾസർ പോലുള്ള അസുഖങ്ങളോ ഒക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത്തരം രോഗങ്ങൾ ഉള്ളവർക്കാണത് കൂടുതൽ സാധ്യത. കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്കിപ്പോൾ അത്യന്താപേക്ഷിതമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം തടിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണിത്. അതുകൊണ്ട് ആഹാര നിയന്ത്രണം ഉണ്ടാവുക, പ്രായത്തിനനുസരിച്ച് വ്യായാമങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങളിൽ ഗുണവും സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനും സാധിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഇടവക്കൂറുകാർക്ക് കൂടുതൽ ആദായകരമാണ് സാമ്പത്തികമായി, ജോലി സംബന്ധമായി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3, 4, 5, 6, 9, 10, 13, 14, 15 സായാഹ്നം വരെ. അതിനുശേഷം 15 സായാഹ്നം വരെയും ഗുണമാണ്. അതിനുശേഷം ഇവർക്ക് ഗുണം ഉള്ള മാസം ഉള്ള തീയതികൾ 21, 22, 23, 24. ശേഷം 29 ഉച്ചയ്ക്ക് ശേഷം 30, 31 ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും 9-ലെ ശനി, അതുപോലെ തന്നെ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും രാഹുവും, മാസത്തിൻ്റെ പകുതിയോടുകൂടി സൂര്യൻ ഇവരെ സംബന്ധിച്ചിടത്തോളം 12-ലോട്ട് വരികയും, അതുപോലെ തന്നെ വ്യാഴം ഇപ്പോൾ ഇവർക്ക് 12-ലാണ് സഞ്ചരിക്കുന്നത്, 11-ൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരെ സംബന്ധിച്ചിടത്തോളം ചില ചിലവുകൾ ഇവർക്ക് ഈ വർഷം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ തുടക്കമാണ് മെയ് മാസം എന്ന് വിചാരിക്കുന്നു. 11-ാം ഭാവത്തിൽ ഇവരുടെ നക്ഷത്രം വെച്ച് നോക്കുമ്പോൾ ഉടനെയൊന്നും ചിലവ് വർദ്ധിക്കാൻ സാധ്യതയില്ല. അതുപോലെ വരവിനും വലിയ ദോഷങ്ങളൊന്നും വരാനും സാധ്യതയില്ല. കാരണം ഇവർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല ശുക്രൻ അവിടെ നിൽക്കുന്നു എന്നുള്ളതും ഇവർക്ക് ഗുണകരമാണ്.
ഏറ്റവും പ്രധാനം ഇവരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ കലയുമായി ബന്ധപ്പെട്ടും ഇവരുടെ പ്രവർത്തനങ്ങളിലെ മികവ് കൊണ്ടും തങ്ങളുടെ തൊഴിലിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് വരുമാനമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ട് വേണം കാണാൻ. പ്രവർത്തനങ്ങളിൽ വളരെ വിജയം കാണുന്നു, യാത്ര കൊണ്ട് ഗുണവും കാണുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ചേർന്നുള്ള ചില ബിസിനസ്സുകളിൽ ഇവർക്ക് നല്ല ലാഭം കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം സാഹസികമായി ചെയ്യാൻ പോലും തയ്യാറാകാവുന്ന ഒരു മാസമാണിത്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം. കാരണം കൂടുതൽ പണം സമ്പാദിക്കുന്നുവെന്നോ ജോലിയിൽ കൂടുതൽ അവർ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന കാരണത്താലൊക്കെ ഏറ്റവും അടുത്തവരിൽ നിന്ന് തന്നെ ഇവർക്ക് ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടാകാനും അത് തടസ്സമായി മാറാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. തങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടാകാം. സ്വന്തം കുടുംബത്തിലും അതുപോലെ തന്നെ വാഹനത്തിലും ഒക്കെ ഇവർക്ക് ദോഷപരമായ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം. 10ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ എപ്പോഴും ഒരു അതിസാഹസികത്വം കടന്നു വരാം. അത് വാഹനം ഓടിക്കുന്ന കാര്യത്തിലായാലും ശരി, ആളുകളോട് ഇടപഴകുന്ന കാര്യത്തിലായാലും ശരി, മറ്റുള്ളവരുടെ മനസ്സിലാക്കാതെ പെട്ടെന്ന് മറുപടി പറയുക, ക്ഷോഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് ഇപ്പോൾ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വരുമാനം ഉണ്ടാകും, തീർച്ചയായും ചിലവും അതനുസരിച്ചുണ്ടാകും. കർമ്മരംഗത്ത് ശോഭിക്കാനും സാധിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് തങ്ങൾക്ക് ശത്രുത കൂടി വരുന്നൊരു സമയമാണ്. പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്ത്, അതുപോലെ തന്നെ തങ്ങളുടെ കഴിവിൽ പ്രത്യേകിച്ചും ബുദ്ധിശക്തി കൂടുതലുള്ള, കർമ്മശക്തി, ക്രിയേറ്റീവായിട്ടുള്ള ശക്തി കൂടുതൽ ആവശ്യപ്പെടുന്ന മേഖലകളിലുള്ളവർക്ക് കൂടുതൽ ശത്രുതയും വിമർശനവും ഏൽക്കേണ്ടിയും വന്നേക്കാം. സ്വന്തം കുടുംബത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതാവിന് ദോഷമുണ്ടാകാം ആരോഗ്യ സംബന്ധമായി. അതുപോലെ തന്നെ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. അയൽപക്കവുമായിട്ടൊക്കെ ചെറിയ ഉരസിലുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അങ്ങേയറ്റം കൃത്യതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ജാഗ്രതയോടുകൂടി ചെയ്യുക. പ്രശ്നങ്ങളിൽ ഉണ്ടാകാവുന്ന ചെറിയ പിഴവ് പോലും തങ്ങളുടേതായി ഇപ്പോൾ മാറാനുള്ള സാധ്യത, ഉത്തരവാദിത്വം മുഴുവൻ നെഗറ്റീവായി വരുന്നത് ഈ നക്ഷത്രക്കാർ കേൾക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ പിതാവിൻ്റെ അരിഷ്ടത ഇപ്പോഴും തുടരുന്നതായിട്ട് കാണാം, പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായിട്ട്. അതുകൊണ്ട് അദ്ദേഹവുമൊത്തുള്ള യാത്രകൾ, പ്രത്യേകിച്ചും സാഹസിക യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വിദേശവുമായി ബന്ധപ്പെട്ട പഠന കാര്യങ്ങളിൽ ഈ മാസവും ചെറിയ ചില കാലതാമസം ഉണ്ടായേക്കാം. എന്നാലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാറുന്നതായിരിക്കും. പൊതുവെ ഇവർക്കിപ്പോൾ പ്രവർത്തന രംഗത്തും സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ തങ്ങളുടെ കഴിവുകളുടെ രംഗത്തുമൊക്കെ നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിട്ട് വേണം കാണാൻ. മാസത്തിൻ്റെ അവസാനത്തോടുകൂടി, പ്രത്യേകിച്ച് 2ാം വാരത്തിന് ശേഷം അധിക ചെലവ് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, വഴക്കുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ കേസോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതിനുവേണ്ടിയൊക്കെ പണം മുടക്കേണ്ടി വന്നേക്കാം. തങ്ങളുടെ തന്നെ ചില സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാവാം പണം മുടക്കേണ്ടി വരുന്നത്. അത് പ്രത്യേകം നോക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വഴിവെക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6, 7, 8, 11, 12, 15 വൈകുന്നേരത്തിന് ശേഷം 16, 17, അതിനുശേഷം 23, 24, 25, 26, 27 ഗുണകരമാണ്. പിന്നെ ഇവർക്ക് ഗുണമുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് 31-ാം തീയതിയുമാണ്. പൊതുവെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിനങ്ങൾ. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമശനി എന്ന ദോഷം പിന്തുടരുന്നുണ്ട്. എന്നാൽ 10ൽ നിന്നിരുന്ന വ്യാഴം ഇവർക്ക് 11ാം ഭാവത്തിലേക്ക് വരുന്നു 1-ാം തീയതി മുതൽ. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഗുണകരമാണ്. കഴിഞ്ഞ കുറേ കാലമായി സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിൽ പ്രശ്നമോ അല്ലെങ്കിൽ കർമ്മരംഗത്ത്, തൊഴിൽ രംഗത്ത് എന്തെങ്കിലും തടസ്സമോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന പീരീഡാണ് ഈ മെയ് മുതൽ അങ്ങോട്ട് ഒരു വർഷത്തേക്ക് ഗുണമാണ്. ഈ മാസത്തിൽ ഇവർക്ക് സാമ്പത്തികമായ നേട്ടം കൂടുതലായിട്ടുണ്ടാവാം. കഴിഞ്ഞ കുറേ കാലമായി ഇവരെ ഏതെങ്കിലും തരത്തിൽ മടുപ്പിച്ചിരുന്ന, നിരാശപ്പെടുത്തിയിരുന്ന കാര്യങ്ങളിൽ വളരെ ചെറിയ തോതിലെങ്കിലും വിജയത്തിൻ്റെ തിളക്കം വന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ ആശിക്കാവുന്നതും പ്രതീക്ഷ നൽകാവുന്നതുമായ ഒരു മാസത്തിലാണ് തീർച്ചയായിട്ടും കർക്കിടകക്കൂറുകാർ ഇപ്പോൾ. അതുകൊണ്ട് ഇവർക്ക് സന്തോഷത്തിന് വകയുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും രാഹുവും ഭാഗ്യക്കേട് ഉണ്ടാക്കുമെങ്കിലും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലമായി ഇടപെടാൻ സാധിക്കും. കൊച്ചുമക്കൾക്കും പിതാവിനുമൊക്കെ ദോഷാവസ്ഥ കാണുന്നുണ്ട് ആരോഗ്യ സംബന്ധമായതുകൊണ്ട് പ്രത്യേകം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിതാവുമായോ ഗുരുജനങ്ങളുമായോ വാക്ക് തർക്കത്തിന് സാധ്യത കാണുന്നു. 11ാം ഭാവത്തിലെ വ്യാഴം എന്തായാലും ഉള്ള ദോഷങ്ങളെല്ലാം പരിഹരിക്കും. തെറ്റായ കാര്യങ്ങളിൽ പോകുമ്പോൾ വഴികാട്ടിയായി മാറി നിന്ന് അതിനെ സഹായിക്കുമെന്നൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട്
അങ്ങനെ ഒരു ദോഷമുണ്ടെങ്കിലും ആ ദോഷത്തെയൊക്കെ മാറ്റിക്കൊണ്ട് അനുഗ്രഹങ്ങളായി മാറാനുള്ള എല്ലാ കഴിവും വ്യാഴം സമ്മാനിക്കും. അതുകൊണ്ട് വലിയ ദോഷങ്ങൾ പിതൃഭാവത്തു നിന്നോ കാരണവസ്ഥാനത്തു നിന്നോ ഗുരുസ്ഥാനത്തു നിന്നോ ഈ കർക്കിടകക്കൂറുകാർക്ക് ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല, പ്രത്യേകിച്ചും ഈ മാസം മുതൽ. അതുകൊണ്ട് പൊതുവേ ഗുണകരമാണ് അവരുടെ അവസ്ഥ. കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം മനസ്സിന് സന്തോഷവും സമാധാനവും മെയ് മാസം മുതൽ ഇവർക്ക് ലഭിച്ചു തുടങ്ങും. സാമ്പത്തികമായ നേട്ടം, യാത്ര കൊണ്ട് ഗുണം, കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന വിദേശയാത്രയോ വിദേശത്ത് ജോലിയോ പഠനമോ ഒക്കെ സാധ്യമാകാൻ തുടങ്ങുന്നു ഈ മാസം മുതൽ. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂല വർത്തമാനങ്ങൾ കേൾക്കും. സ്വന്തം നാട്ടിലായാലും പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നുണ്ട്, സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ പ്രധാന തടസ്സങ്ങളൊന്നും ആലോചിക്കാതെയല്ല ഈ പറയുന്നത്. തടസ്സങ്ങൾ ഉണ്ടാകാം, പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി തടസ്സങ്ങൾ മാത്രമായിരുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നു. പ്രാർത്ഥന ഫലമായി വരുന്നു. പ്രതീക്ഷകൾ പൂവണിയുന്നു. ഇതാണ് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി പറയാനുള്ളത്. ഇനി രോഗാവസ്ഥകളാണ്. അഷ്ടമത്തിലെ ശനി അവർക്ക് മറ്റു തടസ്സങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ചില രോഗാവസ്ഥകൾ ഉണ്ടാക്കാം. അത് ഈ നക്ഷത്രക്കാർക്ക് വേണമെന്നില്ല. അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വേണ്ടപ്പെട്ടവർക്ക് ദോഷങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരക്കാരെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചില യാത്രകൾ മാറ്റിവെക്കലോ ഒക്കെ ഉണ്ടാകാം. അതുമാത്രമാണ് ഉള്ളത്. ശനീശ്വരനെ പ്രത്യേകം പ്രാർത്ഥിക്കുക, ശനിയാഴ്ച ദിവസത്തെ വ്രതശുദ്ധികൾ എടുക്കുക എന്നതാണ് പ്രത്യേകിച്ച് കർക്കിടകക്കൂറുകാരെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി പൊതുവെ ഗുണമാണ്. ശുഷ്കാന്തിയും പ്രവർത്തന രംഗത്തെ സമാധാനവും വിജയവുമൊക്കെ ഇവർക്ക് ഈ മാസം തൊട്ട് കൂടുതൽ കരുതലോടുകൂടി എത്തും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2 2-ാം തീയതി ഉച്ചവരെ, അത് കഴിഞ്ഞാൽ പിന്നെ 7, 8, 9, 10, 13, 14, 15 സായാഹ്നം വരെ നല്ലതാണ്. പിന്നെ 18, 19, 20, 25, 26, 27 ഏതാണ്ട് വൈകുന്നേരം വരെയും നല്ലതാണ്. പിന്നെ ഗുണമുള്ളത് 28-ാം തീയതിയും താരതമ്യേന ഗുണമുള്ളതാണ് കർക്കിടകക്കൂറുകാർക്ക്. അടുത്തത് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കണ്ടകശനിയുടെയും അഷ്ടമത്തിൽ രാഹുവിൻ്റെയും അതുപോലെ തന്നെ 2-ൽ കേതുവിൻ്റെയും ദോഷാവസ്ഥകൾ. ഇപ്പോൾ അഷ്ടമത്തിൽ ചൊവ്വ കൂടി നിൽക്കുന്നുണ്ട്. ദോഷാവസ്ഥകൾ ചിങ്ങക്കൂറുകാർക്ക് കുറേ കാലമായി അലട്ടുന്നുണ്ട്. ചിങ്ങക്കൂറിൽപ്പെട്ട നല്ല അപഹാരമോ നല്ല ദശയോ അല്ലെങ്കിൽ ഛിദ്രമോ ഉള്ളവർക്ക് ഇതിൽ നിന്നൊക്കെ കുറേയൊക്കെ രക്ഷയുണ്ടാകും. അത് ഒരിക്കലും ഈ കണ്ടകശനിയുടെയോ അല്ലെങ്കിൽ അഷ്ടമത്തിൽ രാഹുവിൻ്റെയോ 2-ൽ കേതുവിൻ്റെയോ അനുഗ്രഹമല്ല എന്ന് മനസ്സിലാക്കണം. അവരുടെ അപഹാരവും ഗ്രഹനിലയിലെ അവരുടെ ശക്തിയുമൊക്കെ അനുസരിച്ചാണ് ആ ഗുണങ്ങൾ വരുന്നത്. അല്ലാത്തവർക്ക് ദോഷം വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതം വ്യക്തമാക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഒരു ഗുണം വന്നിരിക്കുന്നത് 9-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഈശ്വരാനുഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. ആ വ്യാഴം മെയ് 1 മുതൽ 10ലേക്കാണ് ചിങ്ങക്കൂറുകാർക്ക് വന്നിരിക്കുന്നത്. 10ലെ വ്യാഴം അത്ര ജോലി സംബന്ധമായി ചില മാറ്റങ്ങൾ ഉണ്ടാക്കും തീർച്ചയായിട്ടും. കഴിഞ്ഞ കുറേ കാലമായി ജോലിയിലുണ്ടായിരുന്ന അസ്ഥിരതാവസ്ഥ, അതുപോലെ തന്നെ ഉന്മേഷക്കുറവ്, ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ, ഇതൊക്കെ മാറും. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി കിട്ടും. എന്നാൽ കഴിഞ്ഞ വർഷം ജോലി ചെയ്തിരുന്ന അതേ സന്തോഷമോ സംതൃപ്തിയോ ഈ പുതിയ ജോലിയിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. കാരണം 10-ാം ഭാവം വ്യാഴനെ സംബന്ധിച്ചിടത്തോളം കണ്ടക വ്യാഴനാണ്. ഒരു ഗുണം ശനിയുടെ ദൃഷ്ടിയിൽ നിന്ന് മാറുകയും പാപരാശിയിൽ നിന്ന് മാറുകയും ശുഭരാശിയിലേക്ക് വ്യാഴം വരികയും ചെയ്തു എന്നതാണ്. അതുകൊണ്ട് തന്നെ 10-ാം ഭാവത്തിൻ്റേതായ ഗുണങ്ങൾ വ്യാഴം നൽകും. പുതിയ ജോലിയിൽ കൂടുതൽ ആത്മാർത്ഥമായി ഇടപഴകാനുള്ള അവസ്ഥ, അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം, ഈ ഗുണങ്ങളെല്ലാം കാണുന്നുണ്ട്. മറ്റൊന്ന്, 10-ൽ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും പറയാറുള്ളതാണ്, നെഗറ്റീവാണെങ്കിലും പറയാതെ വയ്യ. കാരണം ശേഷക്രിയാകർമ്മം ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാവണം. ദൈവത്തിൻ്റെ കാൽക്കൽ കാര്യങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതുമാത്രമാണ് ഏറ്റവും വലിയ രക്ഷ. അത് പ്രത്യേകം ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക നേട്ടം ഇവർക്ക് വരുന്നത് വളരെ പെട്ടെന്നായിരിക്കും. കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന സാമ്പത്തിക നേട്ടം ഇവരിലേക്ക് വരുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് ചില പുനർനിർമ്മാണമോ പുനരാവിഷ്കാരമോ മാറ്റമോ ഒക്കെ ഉണ്ടാകാം. പുതിയ ഫർണിച്ചർ വാങ്ങാം. വാഹനവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഗുണം കാണുന്നുണ്ട്. പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരു വർഷം നല്ലതാണ്. അതിൻ്റെ തുടക്കമാണ് മെയ് മാസം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. മാത്രമല്ല 10-ാം ഭാവത്തിലേക്ക് മാസം പകുതിയോടുകൂടി സൂര്യൻ കൂടി കടന്നു വരുന്നത് കൊണ്ട് തങ്ങളുടെ മേലധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ പിടിച്ചു പറ്റാൻ സാധ്യമാകുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ ശുക്രൻ ഇടവത്തിലേക്കും വരും. ഏകദേശം മാസാവസാനത്തോടു കൂടി ശുക്രൻ്റെ 9-ാം ഭാവത്തിലെ നില സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈശ്വരാനുഗ്രഹമാണ്. ദേവിയുടെ അനുഗ്രഹം പ്രത്യേകിച്ച് കിട്ടുന്നു. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു. സ്വർണം മുതലായ ആഭരണങ്ങൾ, വസ്ത്രം മുതലായ സമ്മാനങ്ങളൊക്കെ ഇവർക്ക് ലഭ്യമാവുന്നു.
പൊതുവെ ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ശേഷക്രിയാ കർമ്മങ്ങളോ മറ്റ് ദോഷാവസ്ഥകളോ 10-ലെ വ്യാഴം സമ്മാനിച്ചെന്നിരിക്കാം. ഒപ്പം തന്നെ കണ്ടകശനിയുടെയും അഷ്ടമത്തിൽ രാഹുവിൻ്റെയും ദോഷാവസ്ഥകൾ മറക്കാതിരിക്കുക. ചുറ്റുപാടുകളെ വളരെ ശ്രദ്ധിക്കുക. ഓരോ കാര്യവും സുതാര്യമായി ചെയ്യുക. എപ്പോൾ വേണോ അപവാദത്തിനോ വിഷാംശം ശരീരത്തിൽ കലരുന്നതിനോ മറ്റുള്ളവരുടെ ഈ കണ്ണേറ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില അവസ്ഥകൾ ഏൽക്കുന്നതിനോ സാധ്യതയുണ്ട്. കാരണം അഷ്ടമത്തിൽ പാപഗ്രഹമാണ് നിൽക്കുന്നത്. 2-ാം ഭാവത്തിലെ കേതു നമ്മുടെ വാക്കിനെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3, 4, പിന്നെ 9, 10, 11, 12, 15-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 16, 17, 21, 22 നല്ല ദിവസമാണ്. പിന്നെ 27, 28, 29, 30, 31 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമരാശിയിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴമാണ് 9-ാം ഭാവത്തിലേക്ക് പോകുന്നത്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ഇവർക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു കാര്യമാണ് ഒരു വർഷം സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാം. കഴിഞ്ഞ കുറേ കാലമായി ഇവരെ അലട്ടിയിരുന്ന ഒരു കാരണവും കൂടാതെയുള്ള വിഷമങ്ങൾ, തടസ്സങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ, അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലെ വൈഷമ്യങ്ങൾ, ഇതെല്ലാത്തിനും തന്നെ ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുന്നു വ്യാഴത്തിൻ്റെ ഈ മാറ്റം. വ്യാഴം മാറുന്നത് ഒരു വർഷത്തേക്കാണ്. 2025 മെയ് 14 മാത്രമേ അടുത്ത രാശിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയ പിന്മാറ്റമൊക്കെ പുറകോട്ടുണ്ടാകാമെങ്കിലും പൊതുവേ വ്യാഴം ഗുണമാണ് കന്നിരാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. ഈശ്വരാധീനവും ഭാഗ്യവുമാണ് അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അത് രണ്ടുമുണ്ടെങ്കിൽ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ദോഷമായി വരില്ല. സാമ്പത്തികമായ പ്രശ്നങ്ങളോ ആരോഗ്യ സംബന്ധമായ കുഴപ്പമോ ഒന്നും തന്നെ ഈ നക്ഷത്രക്കാരെ ഇനി കഴുത്തിന് താഴെ മുക്കിക്കളയുന്ന ഒരവസ്ഥ വരില്ല. അതുകൊണ്ട് തന്നെ രക്ഷ ഇവരിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. പിന്നെ പ്രധാനമായി 7-ാം ഭാവത്തിലെ രാഹുവും ജന്മത്തിലെ കേതുവും ഇവർക്ക് കുടുംബ സംബന്ധമായ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ചില അകൽച്ചകൾ ഉണ്ടായെന്നിരിക്കാം. അതൊരു പക്ഷേ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലൊക്കെ ഉള്ള ഒറ്റപ്പെടൽ ആകാം. അല്ലാതെ വഴക്കുകൊണ്ടാവണമെന്നില്ല. ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഫിസിക്കൽ അകൽച്ച ഉണ്ടാകുമെന്നേ ഉള്ളൂ. വഴക്കിൻ്റെ കാരണത്താൽ അല്ലാതെ ജോലി സംബന്ധമായോ പ്രവർത്തന സംബന്ധമായോ ഒക്കെ ഇടയ്ക്കെങ്കിലും ദൂരെ പോകുന്നത് കൊണ്ട് ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല. അതൊരു പക്ഷേ നല്ലതിനുമായിരിക്കാം. അതുപോലെ ചൊവ്വയും 7-ൽ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദമ്പതികൾ തമ്മിൽ ശാരീരികമായ ഒരു അകൽച്ച കാണുന്നുണ്ട് കുറച്ചു കാലത്തേക്കെങ്കിലും. വ്യാഴം 9-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വിദേശ സഞ്ചാരം, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലി, പഠനം ഇതെല്ലാം തന്നെ വിജയകരമായി മാറണം എന്ന് കാണുന്നു. അതുമായി ബന്ധപ്പെട്ട അനുകൂലമോ സന്തോഷകരമായ വാർത്ത കേൾക്കാം. വിദേശത്തുള്ള ഈ നക്ഷത്രക്കാർക്കും അവിടെ ഒന്നുകിൽ സ്ഥിരതാമസമോ അല്ലെങ്കിൽ നല്ല ജോലിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാഗ്യവർദ്ധനവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പേരക്കുട്ടികൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും വിജയമുണ്ടാകുന്നു. അവരെക്കുറിച്ച് അഭിമാനപൂർവ്വമുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ പറയാനുള്ളത്. മുടങ്ങിക്കിടന്ന പല പ്രവർത്തനങ്ങളും മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. വീടുപണി പൂർത്തിയാവുകയോ അല്ലെങ്കിൽ നിലച്ചുപോയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയോ ചെയ്യുന്നു. അതുപോലെ തന്നെ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസം മാറുന്നു. കുടുംബസ്വത്ത് ഭാഗിച്ചു കിട്ടുന്നു. അതുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നു. പിതാവിൻ്റെയും മാതാവിൻ്റെയും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ മാറ്റമുണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിശേഷം അവർക്കുണ്ടാകുന്ന ചെറിയ ചില ശാരീരികമായ അസ്വസ്ഥതകളാണ്. ശ്വാസകോശ സംബന്ധമായോ അല്ലെങ്കിൽ ഈ ലങ്സുമായി ബന്ധപ്പെട്ടോ ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്കൊക്കെ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് അലർജി അസുഖങ്ങൾ വർദ്ധിക്കാം. അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ചില ആശങ്കകൾ ഇവരെ ഇപ്പോൾ മാനസികമായ ചില വിഷമത്തിലകത്തിയേക്കാം. അതുകൊണ്ട് എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കുക. തങ്ങളുടെ മനസ്സിൻ്റെ ഭയത്തെ അകറ്റാൻ അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി അത്തരം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചില മന്ത്രങ്ങൾ ജപിക്കുക. അതുമാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. നല്ലത് വരുമ്പോൾ മനസ്സിൽ അങ്കലാപ്പുകൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6 നല്ല ദിവസമാണ്. പിന്നെ 11, 12, 13, 14, 15 ഉച്ചവരെ നല്ലതാണ്. 18, 19, 20, 23, 24 നല്ല ദിവസങ്ങളാണ്. തുടക്കത്തിൽ തന്നെ ഇവർക്ക് 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2, ഉച്ചയ്ക്ക് ശേഷം 3, 4 താരതമ്യേന ഗുണമുള്ള ദിവസമായിട്ട് കാണുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3, 4, 5, 6, 10, 11, 15 ഉച്ചയ്ക്ക് ശേഷം 16, 17, അതുപോലെ തന്നെ 23, 24, പിന്നീട് ഗുണമുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് 29, 30, 31. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ
ചിത്രയുടെ രണ്ടാമത്തെ ഏര ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം 8ലേക്ക് പോവുകയാണ്. 8ലെ വ്യാഴം മാസം പകുതിയോടുകൂടി സൂര്യനും 8ലേക്ക് പോകും. അപ്പോൾ ഇടവമാസത്തിൻ്റെ അല്ലെങ്കിൽ മെയ് മാസത്തിൻ്റെ പകുതി തൊട്ട് ഇവർക്ക് ചില ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികമായ ചില ക്രമക്കേടുകളാണ് കാണുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായോ യാത്ര ചെയ്യേണ്ടതായോ വരാം. ദുസ്സഹമായ ചില യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നു. അതേസമയം 6ൽ സഞ്ചരിക്കുന്ന രാഹുവും ചൊവ്വയുമൊക്കെ ഇവർക്കുണ്ടായിരിക്കുന്ന ചില ലയബിലിറ്റീസിൽ നിന്നൊക്കെ ഇവരെ രക്ഷപ്പെടുത്തും. സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് മാറ്റമുണ്ടാകുന്നു. കടബാധ്യതയിൽ നിന്ന് കുറേയൊക്കെ മാറ്റമുണ്ടാകുന്നു. ഈ നക്ഷത്രക്കാരിൽ നിന്ന് ആളുകൾ വാങ്ങിക്കൊണ്ടുപോയ പണമായാലും ശരി മറ്റു വസ്തുക്കളായാലും ശരി കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നത് പലതും തിരിച്ചു കിട്ടുന്നൊരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അഷ്ടമത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ ഈശ്വരാധീനം അല്പം കുറയുന്നുണ്ട്. അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്ധത കൊണ്ടോ ഒക്കെ ഉണ്ടാകാവുന്ന അറിവുകേട് കൊണ്ടോ ഉണ്ടാകാവുന്ന ദോഷങ്ങൾക്ക് ഈ ഒരു മാസം ക്ഷമയില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യതയോടുകൂടി വിനയത്തോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. നഷ്ടമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർക്ക് വരിക. അതുകൊണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അഹങ്കാരവും അറിവില്ലായ്മയും അങ്ങേയറ്റം മാറ്റിവെക്കാൻ ശ്രമിക്കുക. അറിവില്ലാത്ത കാര്യങ്ങളിൽ തലയിടാതിരിക്കുക. അഹങ്കാരത്തോടുകൂടി തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാതെയും ഇരിക്കുക. പ്രത്യേകിച്ച് തറവാട് ഭാഗം വയ്ക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒക്കെ ചില നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നത് ചിലപ്പോൾ തങ്ങളുടെ അറിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ തങ്ങളുടെ അഹങ്കാരം കൊണ്ടോ ഒക്കെ വാക്ക് പുറത്തേക്ക് വരികയും അത് പിന്നീട് ശത്രുതയാവുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഈ ബിസിനസ്സിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. വിനയപൂർവ്വം ക്ഷമാപൂർവ്വം നിൽക്കുക മാത്രമാണ് ഒരേ ഒരു പരിഹാരം. ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷം ഗുണമാണ് എന്ന് കണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ചിലരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു വ്യാഴം 7ൽ നിന്നിട്ടും അവർക്ക് ഗുണമൊന്നും കിട്ടിയില്ല എന്ന്. ഒരുപക്ഷെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥകളോ പ്രശ്നങ്ങളോ ഒക്കെ അവരെ പിന്തുടരുന്നുണ്ടാകാം. ജ്യോതിഷം ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേക ചില നിലകളുടെ അടിസ്ഥാനത്തിൽ അവസാന വാക്ക് പറയാനൊന്നും സാധിക്കില്ല. മറ്റു പല കാരണങ്ങളും പലതിനെയും ബാധിക്കാം. കഴിഞ്ഞ ജന്മത്തിലെ നമ്മളുടെ കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിലെ ഗ്രഹനില എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ചിലപ്പോൾ നല്ലത് ചെയ്താലും താമസിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക. കാരണം അതിനേക്കാൾ വളരെ വലിയ ഡെപ്പോസിറ്റ് ദുഷ്കർമ്മങ്ങളുടെ പേരിൽ കഴിഞ്ഞ ജന്മത്തിലുണ്ടാവും. അതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ച് തീർക്കണമല്ലോ. അതാണ് പൊതുവേ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും ഓരോരോ കാര്യം പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാണെന്ന്. പക്ഷേ സത്യത്തിൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ അവസ്ഥ. എന്നാലും പൊതുവേ ഗോചരാൽ മാറുന്നത് കുറേയൊക്കെ ആശ്വാസം ആളുകൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 7ാം ഭാവത്തിൽ നിന്ന് 8ാം ഭാവത്തിലേക്ക് പോയ വ്യാഴത്തിൻ്റെ അവസ്ഥയ്ക്ക് കൃത്യമായി പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ ജപിക്കുക. ക്ലിം എന്ന മന്ത്രം വെളുത്ത പേപ്പറിൽ പരമാവധി എഴുതുക. ഇതൊക്കെയാണ് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ നിഷ്കർഷ പാലിക്കുക. കടം കൊടുക്കുന്ന കാര്യത്തിലായാലും ശരി കടം വാങ്ങുന്ന കാര്യത്തിലായാലും ശരി അങ്ങേയറ്റം നിഷ്കർഷ പാലിക്കുക. അല്ലെങ്കിൽ അത് പിന്നീട് കലഹത്തിനോ പ്രശ്നങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2 നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗുണമുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6, 7, 8 താരതമ്യേന ഗുണമുള്ള ദിവസമായിട്ട് കാണുന്നു. 13, 14, 15, 16, 17 ഗുണമുള്ള ദിവസമാണ്. അതുപോലെ 21, 22 ഗുണമുള്ള ദിവസമാണ്. 25, 26, 27 ഗുണമുള്ള ദിവസങ്ങളാണ്. പൊതുവേ വലിയ ദോഷങ്ങൾ ഈ മാസത്തിൽ ഇവർക്ക് സാമ്പത്തികമായിട്ട് കാണുന്നില്ലെങ്കിലും പ്രവർത്തനങ്ങളിൽ ചില അപര്യാപ്തതകൾ ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങൾ. 7ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി കണ്ടകശനിയുടെയും 6ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴത്തിൻ്റെയും ഒക്കെ ദോഷം ഇവരെ പിന്തുടർന്നിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ തുടങ്ങി എന്ന് പറയുന്നെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിലെത്താത്ത ഒരവസ്ഥ കണ്ടിരുന്നു. എന്നാൽ അതിനൊരു മാറ്റം വരുന്നു ഈ മാസം മുതൽ. പ്രത്യേകിച്ചും 7ാം ഭാവം വിവാഹ സംബന്ധമായ രാശി കൂടിയാണ്. വിദേശയാത്രയുടെ രാശിയാണ്. അതുപോലെ തന്നെ തങ്ങളുടെ കൂട്ടുപ്രവർത്തനങ്ങൾ തങ്ങൾ മറ്റൊരു വ്യക്തിയുമായി ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകാൻ സാധ്യതയുള്ള രാശിയാണ് 7ാം ഭാവം. അവിടെ ശുഭഗ്രഹമായ വ്യാഴം ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഗുണത്തെ പ്രതീക്ഷിക്കാം. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാവാം. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ചില വലിയ പ്രോജക്റ്റുകൾ സക്സസ്ഫുള്ളായി മുമ്പോട്ട് പോകാൻ തുടങ്ങിയേക്കാം. അതുപോലെ തന്നെ യാത്ര ഗുണകരമായിട്ട് വരാം. പഠന സംബന്ധമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാരോ അവരുടെ മക്കൾക്കോ ഗുണം കാണുന്നു. വിദേശത്ത് ജോലി കിട്ടുക, വിദേശത്ത് താമസം ഉറപ്പാവുക തുടങ്ങിയ കാര്യങ്ങളിലും ഗുണം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണയാർത്ഥികൾക്ക് ഈ നക്ഷത്രത്തിൽ പ്രണയിക്കുന്നവർക്ക് ഗുണം കാണുന്നുണ്ട്. വിവാഹം ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസമോ പ്രശ്നങ്ങളാലോ മുടങ്ങിയിരുന്നവർക്ക് അതിനും മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ 7ാം ഭാവത്തിലേക്ക് വ്യാഴം മാറിയത് ഗുണമാണ്.
സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർക്ക് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെയും രാഹുവിൻ്റെയും പ്രവർത്തനം കൂടി കണക്കിലെടുക്കണം. രാഹു 5-ാം ഭാവത്തിൽ എന്തായാലും ഭാഗ്യത്തിനെ തടയുമെങ്കിലും ചില ക്രമീകരണങ്ങൾ ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ ഇവർക്കുണ്ടാകും. അത് സ്വാഭാവികമായിട്ടും ഇവരുടെ ജോലിയെ വളരെ സഹായിക്കുകയും അത് സാമ്പത്തികമായ ഉന്നമനത്തിന് കാരണമാവുകയും ചെയ്യും. 5-ലെ ചൊവ്വ സന്താനങ്ങൾക്കത്ര നല്ലതല്ല. ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ സന്താനങ്ങൾക്ക് ശാരീരികമായ അവശതയോ പഠന സംബന്ധമായ ചില പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം. എന്നാൽ 7-ലെ വ്യാഴം അതിനെ പരിഹരിക്കും. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷമുണ്ടാകില്ല. വ്യാഴം സർവത്ര ദോഷത്തിൻ്റെയും പരിഹാരമായ ബൃഹസ്പതി ആയതിനാൽ, വിഷ്ണുവിൻ്റെ അംശമായതിനാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് ദോഷമുണ്ടായാലും അതിനൊക്കെ പരിഹരിക്കപ്പെടും. അത് ആരോഗ്യ സംബന്ധമായാലും ശരി, വിദ്യാഭ്യാസ സംബന്ധമായാലും ശരി, അതിനൊക്കെ പരിഹാരമുണ്ടാവും. ചൊവ്വ നിൽക്കുന്നതാണ്, വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലുമാണ്. അതുകൊണ്ട് ദോഷം സംഭവിക്കുക കുറവായിരിക്കും. പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. എന്നാൽ മറക്കാതിരിക്കുക, 4-ാം ഭാവത്തിൽ കണ്ടകശനിയുണ്ട്. ശനി എപ്പോഴും അതിൻ്റെ ആധാരശിലകളിലാണ് അതിൻ്റെ ആഘാതം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മാതാവിന് ദോഷമുണ്ടാകാം. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവരുടെ ഗ്രഹനിലയിൽ ഗുണകരമായ മാറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ട് തരും. വാഹനം സൂക്ഷിച്ച് ഓടിക്കണം. താമസ സ്ഥലം മാറാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തനങ്ങളിലും ചെറിയ ചില അതായത് സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും മാറാം. അല്ലാതെ സാമ്പത്തിക നഷ്ടമോ പ്രശ്നങ്ങളോ ഈ ഒരു വർഷമോ ഈ ഒരു മാസമോ ഉണ്ടാകില്ല എന്ന് വേണം കണക്കാക്കാൻ. തുടർന്ന് അങ്ങോട്ട് പൊതുവെ ഗുണകരമാണ് അവർക്ക്. ഈ മാസത്തെ വൃശ്ചികക്കൂറിൻ്റെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2 നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 7, 8, 9, 10 നല്ല ദിവസമാണ്. പിന്നീട് 15 ഉച്ചയ്ക്ക് ശേഷം 16, 17, 18, 19, 20, 23, 24, 27, 28, 29 നല്ല ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂർ. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ പോക്ക്. മെയ് 1-ാം തീയതി ഉച്ചയ്ക്ക് 6-ാം ഭാവത്തിലേക്ക് പോകും. മെയ് പകുതിയോടുകൂടി സൂര്യനും 6-ാം ഭാവത്തിലേക്കും. സൂര്യൻ്റെ 6-ാം ഭാവത്തിലെ പോക്ക് അത്ര ദോഷമല്ല, ഇവർക്ക് ഗുണമാണ് ചെയ്യുക. പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്ത് കടബാധ്യത, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതകൾ നിറവേറ്റാനുണ്ടെങ്കിൽ അതെല്ലാം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. 6-ലെ വ്യാഴം ഇവർക്ക് ശത്രുതാ സംബന്ധമായ ചില കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളിൽ നിഷ്കർഷ പാലിച്ചില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ 4-ാം ഭാവത്തിലെ ചൊവ്വ, അതുപോലെ തന്നെ രാഹു, ഇതൊക്കെ തങ്ങളുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ കുടുംബത്തിലും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നവർ പോലും ചിലപ്പോൾ ഇവരെ തള്ളിപ്പറയാനുള്ള സാധ്യത കാണുന്നു. മറ്റുള്ളവരുടെ അപവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും പാത്രീഭവിക്കപ്പെടും ഈ നക്ഷത്രക്കാർ. കാരണം 4 സമൂഹമാണ്, സൗഹാർദ്ദമാണ്. അവിടെ നിൽക്കുന്നത് പാപഗ്രഹങ്ങളാണ്. അപ്പോൾ സുഹൃത്തെന്ന് വിചാരിച്ചിരുന്നവരും സൗഹൃദങ്ങളെന്ന് വിചാരിച്ചിരുന്നവരിൽ നിന്നുമൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായങ്ങളും പറയാത്തത് പറഞ്ഞു എന്നുള്ളതുമൊക്കെ കേൾക്കേണ്ടി വന്നേക്കാം. ശ്രദ്ധിക്കുക. വാഹനം സൂക്ഷിച്ചോടിക്കുക. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചെന്നിരിക്കാം ഇവർ. അതുകൊണ്ട് തന്നെ ചില ചെറിയ മാറ്റങ്ങളൊക്കെ അയൽപക്കത്തു നിന്നും അതുപോലെ സമൂഹത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ഉണ്ടാകാം. പരമാവധി ഒറ്റപ്പെടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസം തങ്ങളെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ ഇവർക്ക് ഇടയുണ്ടാകുന്നു. അത് സാമ്പത്തികമായ കാര്യത്തിലും അതുപോലെ തന്നെ പ്രവർത്തനപരമായ കാര്യത്തിലുമൊക്കെ ഇവർക്ക് മറ്റൊരു തലം ഉണ്ടാക്കി കൊടുക്കുന്നു. അതായത് കൂടുതൽ ആളുകളെ അറിയാൻ സാധിക്കുന്നു. സ്വന്തം വ്യക്തിത്വത്തിന് കൂടുതൽ ശക്തി വരുന്നു. അതുകൊണ്ട് സ്വയം ആർജിച്ചു നിൽക്കുക, ശക്തി പ്രാപിച്ചു നിൽക്കുക എന്നുള്ള പരമമായ സത്യം യാഥാർത്ഥ്യബോധത്തോടെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മാസമാണിത്. തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കുന്നു. കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്നു ഇവർക്ക്. അതുകൊണ്ട് പക്ഷേ ശത്രു കൂടെയുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. മറ്റു ദോഷങ്ങൾ ഒന്നും ഇവരെ വലുതായിട്ട് ബാധിക്കില്ല. 3-ൽ നിൽക്കുന്ന ശനി ഇവർക്ക് ശുഷ്കാന്തി പകരുക തന്നെ ചെയ്യും. ഏത് വലിയ ശത്രു എങ്ങനെ വന്നാലും അവർക്ക് ഇവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനൊന്നും സാധിക്കില്ല. വ്യാഴം 6-ൽ നിൽക്കുന്നത് കൊണ്ട് വിഷ്ണു ഭഗവാനെ പരമാവധി ആശ്രയിക്കുക. ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴാഴ്ച ക്ഷേത്രങ്ങളിൽ പ്രത്യേകം വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ഇതാണ് ഇവരെക്കുറിച്ച് പറയാനുള്ളത്. ഇവർക്ക് ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3, 4, അത് കഴിഞ്ഞാൽ പിന്നെ 9, 10, 11, 12, പിന്നെ 18, 19, 20, 21, 22, 25, 26, 27 വൈകുന്നേരം വരെയും നല്ലതാണ്. പിന്നെ തിരിച്ച് 30, 31 തീയതികളും ഗുണകരമാണ്. അടുത്തത് മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ,
തിരുവോണം നക്ഷത്രം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. 5ാം ഭാവത്തിലേക്കാണ് വ്യാഴം പോകുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന ചില നിഷ്ക്രിയാവസ്ഥകൾക്ക്, ചില ആലസ്യങ്ങൾക്ക് ഇവർക്ക് മറുപടി പറയേണ്ടി വരുന്ന ഒരു മാസമാണ്, ഒരു വർഷവുമാണ്. വ്യാഴം ഒരു വർഷത്തേക്കാണ് 5ൽ സഞ്ചരിക്കുന്നത്. അതിൻ്റെ തുടക്കമാണ് മെയ് മാസം. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത കൈവരുന്നു, തങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നു, ഭാഗ്യം വർദ്ധിക്കുന്നു, തങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതകളുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു ഈ മാസം. പൊതുവെ ഗുണകരമാണ്. ഭാഗ്യവർദ്ധനവ്, സന്താനങ്ങളെ കൊണ്ട് ഗുണം, സന്താനങ്ങളുടെ കാര്യങ്ങളിൽ മതിപ്പുണ്ടാവുക, അതുപോലെ തന്നെ ഭാഗ്യം ഇവരെ തുണയ്ക്കുക, കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സന്തോഷഭരിതമാവുക, യാത്ര കൊണ്ട് ഗുണമുണ്ടാവുക, മറ്റു പഠനങ്ങൾ, മറ്റ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. ശനി 2ാം ഭാവത്തിൽ ഇപ്പോഴും സഞ്ചരിക്കുന്നുണ്ട്. അതായത് 7ര ശനി പൂർണ്ണമായും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസങ്ങൾ, ശനിയുടെ നക്ഷത്രങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. തടസ്സമോ പ്രശ്നങ്ങളോ മാനസിക വിഷമങ്ങളോ ഉണ്ടാകാം. എന്നാൽ 5ലെ വ്യാഴം ഇതിനെയെല്ലാം പരിഹരിക്കും. മാസം പകുതിയോടുകൂടി 5ാം ഭാവത്തിലേക്ക് സൂര്യനും കടന്നു ചെല്ലും. അപ്പോൾ മാസം പകുതിക്ക് ശേഷം, അതായത് മെയ് പകുതിക്ക് ശേഷം സന്താനങ്ങൾക്ക് ചെറിയ ശാരീരികമായ അവശതയുണ്ടാകാം. മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം 3ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും രാഹുവുമാണ്. അതിവർക്ക് കർമ്മരംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലത നൽകും. പുതിയ ചില സൃഷ്ടികൾ ഉണ്ടാകാൻ സാധിക്കും. അതുപോലെ തങ്ങളുടെ കർമ്മമേഖലയിൽ കൂടുതൽ ഇവർക്ക് ഇവരുടെ കഴിവ് ഉപയോഗിക്കാൻ സാധിക്കുന്നതുകൊണ്ട് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. വിദേശത്ത് യാത്ര പോകാൻ സാധിക്കും. വിദേശ പഠനവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ ഉള്ള കാര്യങ്ങളിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പൊതുവെ ഗുണകരമാണ്. എന്നാൽ മറക്കാൻ പാടില്ലാത്തത് 7ര ശനി മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശാരീരികമായ അവശതകളും ഇടയ്ക്കിടയ്ക്കുള്ള ദൗർഭാഗ്യങ്ങളും പിന്തുടരാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ വിഷമം. 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് രാഹുവും ചൊവ്വയുമാണ്. ഈ നക്ഷത്രക്കാർക്ക് ഗുണമാണെങ്കിലും ഇവരുടെ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ദോഷമുണ്ടാകാം. 4ൽ സഞ്ചരിക്കുന്ന, ഇപ്പോൾ ശുക്രൻ 4ലാണ്. ശുക്രൻ 4ൽ സഞ്ചരിക്കുന്നത് മാതാവിനത്ര ദോഷമൊന്നും ചെയ്യില്ല. ഈ നക്ഷത്രക്കാർക്ക് അവരുടെ വീട് അറ്റകുറ്റപ്പണി നടത്താനും പുതിയ ഫർണിച്ചർ വാങ്ങാനുമൊക്കെ ഇടയുണ്ടാകും. അപ്പോൾ പൊതുവേ ഗുണകരമാണെങ്കിലും തൊട്ടടുത്ത ആശ്രിതർക്ക്, രക്തബന്ധുക്കൾക്ക് അല്പം ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2 ഉച്ചവരെ, 1-ാം തീയതിയും 2-ാം തീയതി ഉച്ചവരെയും, പിന്നെ 5, 6, 11, 12, 13, 14, 15 ഉച്ചവരെ, 15 അത് കഴിഞ്ഞാൽ പിന്നെ 21, 22, 23, 24 ഗുണകരമാണ്. ശേഷം 27, 28, 29 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3/4 ഭാഗം. ജന്മശനിയുടെയും അതുപോലെ തന്നെ 3ലെ വ്യാഴത്തിൻ്റെയും ശോച്യാവസ്ഥകൾ, ഏറ്റവും വിഷമം പിടിച്ച അവസ്ഥ കടന്നു പോകുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി, കഴിഞ്ഞ ഒരു വർഷം. അതുപോലെ തന്നെ 7ര ശനിയുടെ ജന്മശനിയുടെയും ദോഷം. എന്നാൽ ഈ വർഷം ഇവർക്ക് മെയ് 1 മുതൽ വ്യാഴം അനുകൂലമായൊരു സ്ഥലത്തേക്ക്, വളരെ വലിയ അനുകൂലമല്ലെങ്കിലും 3നേക്കാൾ വളരെ ബെറ്ററാണ് 4ാം ഭാവം. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും, കുടുംബത്തിൽ സമാധാനവും സാമ്പത്തിക നേട്ടവും, കുടുംബത്തിൽ സാമ്പത്തിക നേട്ടം കൊണ്ടുണ്ടാകാവുന്ന ചില പരിഷ്കാരങ്ങൾ, പുതിയ ഫർണിച്ചർ വാങ്ങുക, മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ പണം മുടക്കുക, പുതിയ വാഹനം വാങ്ങുക, ചിലപ്പോൾ താമസ സ്ഥലം പഴയത് മോശമാണെങ്കിൽ അത് മാറുക, തുടങ്ങിയ ഗുണകരമായ പല കാര്യങ്ങളും ഈ ഒരു വർഷം സംഭവിക്കാം. അതിൻ്റെ തുടക്കമാണ് മെയ് മാസം. സാമ്പത്തിക നേട്ടം, ജോലിയിൽ ഉയർച്ച, പുതിയ ജോലി സ്വീകരിക്കൽ, കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും കുറച്ച് ആശ്വാസം, അടുത്ത സുഹൃത്തുക്കളുടെ സഹായം, അടുത്ത ബന്ധുക്കളുടെ സഹായം, ഇതെല്ലാം കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ഇവർക്ക് മെയ് മുതൽ ഗുണമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മെയ് മാസം ഇവർക്ക് ശുഭകാര്യങ്ങളുടെ തുടക്കമായി പ്രതീക്ഷിക്കാം. ജന്മശനിയുടെ ശാപത്തിൽ നിന്ന് കുറേയൊക്കെ മാറ്റം വരുന്നു ഈ മാസം ഇവർക്ക്. അതുപോലെ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചുറുചുറുക്കുണ്ടാക്കുമെങ്കിലും വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് കാണുന്നു. അത് ഇവർക്കൊരു പക്ഷേ ദോഷമുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാഴം 4ാം ഭാവത്തിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് കേന്ദ്രസ്ഥാനത്ത് ഗോചരാൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകവേളയാണെങ്കിലും സാമ്പത്തിക നേട്ടവും കുടുംബത്തിലെ ദോഷവുമൊന്നും ബാധിക്കില്ല. മാതാവിന്, ഈ നക്ഷത്രക്കാരുടെ അമ്മമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഒരുപക്ഷെ അമ്മ തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത ബന്ധുക്കൾ, ആ സ്ഥാനത്തിരിക്കുന്നവർ, അമ്മയ്ക്ക് തുല്യരായവർ, അതുപോലെ തന്നെ ലേഡി സുഹൃത്തുക്കൾ, ഭാര്യ, മകൾ, സഹോദരി, ഇവർക്കൊക്കെ തന്നെ സ്ത്രീ സ്ഥാനത്തുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്.
2 കുടുംബം കൂടിയാണ്. അവിടെ ചൊവ്വ നിൽക്കുന്നുണ്ട്. കുടുംബത്തിൽ കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ നോക്കണം. ഒരല്പം ഗുണം കിട്ടി വന്നത് അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അമിതമായ ആഹ്ലാദത്തിൻ്റെയോ പുറത്ത് തട്ടിക്കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, സഞ്ചരിക്കുന്നത് 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ അത്ര ഗുണമല്ല. അതുകൊണ്ട് ബാക്കി ഒരു ഗുണം വ്യാഴത്തിൻ്റെത് മാത്രമായിട്ടാണ് ഇവർക്ക് വരിക. കഴിഞ്ഞ കുറേ കാലമായിട്ട് മാറ്റമുണ്ടാകും. ആ മാറ്റത്തെ ശരിയായ രീതിയിൽ സ്വീകരിക്കുക. സാമ്പത്തികം ശേഖരിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. പഴയതുപോലെ ഉഴപ്പ് കാര്യങ്ങളിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും പൊതുവെ ഇവർക്ക് ഗുണകരമാണ് ഈ ഒരു മാസം. ഈ ഒരു മാസത്തിൽ ഇവർക്ക് ഏറ്റവും ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3, 4, 7, 8, 13, 14, 15, 16, 17 ഗുണമുള്ള ദിവസമാണ്. 23, 24, 25, 26, 27 വൈകുന്നേരം വരെയും ഗുണമാണ്. 28, പിന്നെ 29, 30, 31 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ ഇപ്പോൾ രാഹുവും 7-ാം ഭാവത്തിൽ കേതുവും അതിൻ്റെ ദൃഷ്ടി ജന്മത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ചൊവ്വയും നിൽക്കുന്നു. ജന്മത്തിൽ ഇത്രയും പാപഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് നല്ലതല്ല. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് എന്നൊരു ചെറിയ സമാശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ജന്മത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ശാരീരികമായ മുറിവ്, മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ രക്തം വാർന്നു പോകൽ, ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ സംഭവിക്കാം. രാഹു നിൽക്കുന്നതുകൊണ്ട് അലർജി അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. കേതു നിൽക്കുന്നതുകൊണ്ട് മലിനമായ അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന അലർജി അസുഖങ്ങളോ ഇച്ചിങ് പോലുള്ള സ്കിൻ ഡിസീസോ ഒക്കെ വരാം. അതുകൊണ്ട് പൊതുവെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. വ്യാഴം 2-ൽ നിന്ന് 3-ലേക്കാണ് പോകുന്നത്. അതും അത്ര നല്ലതല്ല. അപ്പോൾ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പണം മുടക്കേണ്ടി വന്നേക്കാം. കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന ഇൻകത്തിൻ്റെ ഒരു ഫ്ലോ അല്പം കുറയാനുള്ളൊരു സാധ്യത ഈ മാസം കാണുന്നു. എന്നാൽ 2-ൽ നിൽക്കുന്ന ശുക്രൻ ഇവരുടെ കഴിവനുസരിച്ച് ഇവർക്ക് എന്തായാലും സാമ്പത്തിക നേട്ടം കൊടുക്കും. അതുകൊണ്ട് ഈ ഒരു മാസം ശുക്രൻ ഇവർക്ക് 2-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഗുണത്തെ കൊടുക്കുമെന്ന് തന്നെ കരുതണം. ശുക്രൻ വളരെ പെട്ടെന്ന് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇവരെ പ്രേരിപ്പിക്കുകയും അതുകൊണ്ട് നഷ്ടത്തിൽ പോകാൻ സാധ്യത ഉണ്ടായേക്കാവുന്ന കാര്യങ്ങൾ ഇവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ശുക്രൻ്റെ നില, അതായത് ദേവിയുടെ നില ഇവർക്ക് അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ദേവീ ഭക്തർക്കും മൂകാംബിക ഭക്തർക്കും ഈ ഒരു മാസം പ്രത്യേകം രക്ഷ കാണുന്നുണ്ട്. വ്യാഴം 3-ലേക്ക് പോകുന്നത് കൊണ്ട് വിഷ്ണു ഭഗവാനെ പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക ആശ്രയം. ഈ ഒരു മാസം എന്തായാലും ശുക്രൻ്റെ നില കൊണ്ട് ദോഷം കാണുന്നില്ല. എന്നാൽ ശാരീരികമായ അവശതയും അപകട സാധ്യതയും കാണുന്നുണ്ട്. വാഹനം സൂക്ഷിച്ചോടിക്കുക. കലഹങ്ങളിലോ അപവാദങ്ങളിലോ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഒക്കെ മുന്നോട്ട് പോകേണ്ടി വന്നേക്കാം. ഇതൊക്കെ സാധ്യതകളാണ്. അതിനെ മാറ്റാൻ ഇവർക്ക് തന്നെ സാധിക്കും. 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് സാക്ഷാൽ ദേവി ആയതുകൊണ്ട് നാവിൽ തന്നെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 7-ര ശനി പതുക്കെ മൂർച്ഛിക്കുന്നു എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക. 2023-ലാണ് മീനക്കൂറുകാർക്ക് 7-ര ശനി തുടങ്ങിയത്. 1 വർഷം കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ശനി പതുക്കെ ജന്മരാശിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യവും മനസ്സിൽ വയ്ക്കുക. പൊതുവെ ഗുണകരമാണെങ്കിലും തൊട്ടടുത്ത് തന്നെ ചില ആശങ്കകൾ വന്നേക്കാനുള്ള സാധ്യത ഗ്രഹത്തിൻ്റെ ദോഷങ്ങളാൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിന് പ്രാർത്ഥന കൊണ്ടും വിനയപൂർവ്വവും ജാഗ്രതാപൂർവമുള്ള പെരുമാറ്റം കൊണ്ടും നേരിടാൻ ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 2-ാം തീയതി ഉച്ചവരെ, 5, 6, 9, 10, 15 ഉച്ചയ്ക്ക് ശേഷം 16, 17, 18, 19, 20, 25, 26, 27 സായാഹ്നം വരെയും നല്ലതാണ്. തിരിച്ച് 28ഉം 29ഉം ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഒരു മാസം വ്യാഴത്തിൻ്റെ മാറ്റം പലർക്കും അനുകൂലമാവും. വ്യാഴം അല്പം പ്രതികൂലമായാലും വലിയ ദോഷത്തെ ഒന്നും ചെയ്യില്ല. പക്ഷേ മറ്റു ഗ്രഹങ്ങൾ കൂടുതൽ ദോഷകരമായി നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അതായത് ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള മൂർത്തികളെ വണങ്ങുക എന്നതും മന്ത്രം ജപിക്കുക എന്നുള്ളതുമാണ് പ്രധാനം. ശനിക്ക് ദോഷമുണ്ടെങ്കിൽ ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവു നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. പിന്നെ കറുത്ത വസ്ത്രം സമർപ്പിക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. വിനയാന്വിതനായി ജീവിക്കുക. അടുത്തത് വിഷ്ണു ദോഷത്തിനാണ്, അതായത് വ്യാഴദോഷത്തിനാണ്. ഓം നമോ നാരായണായ ജപിക്കുക. ക്ലിം ക്ലിം എന്ന മന്ത്രം എഴുതാൻ ശ്രമിക്കുക. പരമാവധി എഴുതുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ചെയ്യുക. വ്യാഴാഴ്ച വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷത്തിന് 100 പാലും നൽകുക. അതുപോലെ തന്നെ അർച്ചന നടത്തുക. ആയില്യത്തിനോ ദോഷം ഉള്ള നാളുകാർക്കോ അവരുടെ നാളിനോ. ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഓം ഗം ഗണപതയെ നമ എന്നോ കേതുദോഷത്തിനും ജപിക്കുക. എല്ലാവർക്കും നല്ലൊരു മാസമാസമായിരുന്നു പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.